നമ്മുടെ നാട്ടിൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടി കഴിഞ്ഞാൽ അവർ ഈ നടികൾ എത്ര കഷ്ടപ്പെട്ടാലും എത്ര ബുദ്ധിമുട്ടിയാലും വൾഗറല്ലാത്ത രീതിയിൽ സെൻസർ പിടിക്കാത്ത രീതിയിൽ സെക്സ് കാണിച്ച് അല്ലെങ്കിൽ വസ്ത്രം ഇല്ലാണ്ട് അഭിനയിക്കാൻ അവർ തയ്യാറാണ്. അത് നമുക്ക് സിനിമയിൽ കാണുമ്പോൾ അതൊരു വൾഗറായിട്ടോ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായിട്ടോ ഒരു സർട്ടിഫിക്കറ്റ് പടമായിട്ടോ നമുക്കൊന്നും അനുഭവപ്പെടില്ല. അത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആ കലാകാരന്മാരെയും അതുപോലെ തന്നെ ആ സംവിധായകരെയും ആ സ്ക്രിപ്റ്റ് ആക്ടറെയും കഴിവുകൊണ്ടാണ് അതൊക്കെ. അതുപോലെ തന്നെയല്ല നമ്മുടെ മീര വാസുദേവ് മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചത്. അപ്പോൾ ആ പടത്തിൽ നമുക്ക് ഒരിക്കലും ഒരു വൾഗറായിട്ട് എത്ര ഫാമിലീസ് കണ്ട പടം. എന്നാൽ അതിൽ കംപ്ലീറ്റ് ബ്രസ്റ്റ് തുണി അഴിച്ച് മോഹൻലാലിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സീനിൽ നമുക്ക് ഒരിക്കലും വൾഗറായിട്ട് തോന്നിട്ടില്ല. ആ കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാർ പറഞ്ഞു, പല ആൾക്കാരും ഇതിൽ നിന്ന് പിന്മാറി. അങ്ങനെയാണ് ഈ നടീനെ കിട്ടിയത്. പക്ഷേ ഈ നടി നല്ല മനോഹരമായിട്ട് അഭിനയിച്ചു. അതുപോലെ തന്നെ മലയാളത്തിലെ നല്ല എണ്ണപ്പെട്ട നടികളിൽ ഒരാളായി മാറിയില്ലേ. അത് വൾഗറല്ല. അതുപോലെ തന്നെ സിൽക്ക് സ്മിത മമ്മൂട്ടിയുടെ അഥർവം എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ആ പടത്തിൽ മമ്മൂട്ടി നഗ്നപൂജ ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അപ്പം മമ്മൂട്ടിയുടെ മുമ്പിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് നഗ്നമായിട്ട് നിന്നിട്ട് ഞാൻ അതിൽ സിൽക്ക് സ്മിത അഭിനയിച്ചത്. അത് സിൽക്ക് സ്മിത അതിൽ നായികയാണ്. ആ കഥാപാത്രത്തിന് അങ്ങനെ ഒരു സീനില്ലെങ്കിൽ ആ സിനിമ ഇല്ല. സിനിമയിൽ ആ സീൻ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് സിൽക്ക് സ്മിത അഭിനയിച്ചത്. അത് ഗംഭീരമായിട്ട് സിൽക്ക് സ്മിത അഭിനയിച്ച ഒരു പടമാണ്. അത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പടം, നല്ല നല്ല പാട്ടുകളുള്ള പടം. അതൊരു വൃത്തികേടായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ സിൽക്ക് സ്മിത പലയിലും തുണി അഴിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിൽ ഫുള്ളായിട്ട് ഒരു ഭയങ്കര ഒരു ക്യാരക്ടറായിട്ട് അതിൽ അഭിനയിച്ച് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്തപ്പോൾ ഇല്ല. എന്തായാലും നമുക്ക് അതിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. പിന്നെ കനി കുസൃതി നല്ല ആർട്ടിസ്റ്റാണ്, ഡ്രാമ ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ ബിരിയാണിയിൽ ഒരു 2-3 ബെഡ് സീനുകളുണ്ട്. അത് ആ സിനിമയിൽ അനിവാര്യമാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെക്സ് കാണിക്കുന്നതല്ല, കുത്തിക്കയറ്റണതല്ല. ആ കഥാപാത്രത്തിൻ്റെ മേഖലകൾ പോണത് അത് വളരെ നല്ലൊരു സിനിമയാണ്. എല്ലാവരും കാണേണ്ട സിനിമയാണ്. അതിൽ കനി കുസൃതി വളരെയധികം 1-2 നല്ല സീൻസുകളുണ്ട്. ഇൻ്റർകോഴ്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരാൾ പരിപാടി ചെയ്തിട്ട് അയാൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവാണ്, പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള സുഖം കിട്ടുന്നില്ല. ഒരു സ്ത്രീക്കും കൂടി ഒരു സുഖം അനുഭവിക്കാൻ നേരാകുമ്പോഴേക്കും അയാൾ ഏറ്റുപോകുമ്പോൾ എന്താണ് ഈ കനിക്കുസൃതി എന്നിട്ട് സ്വയംഭോഗം ചെയ്യുന്നത്. അങ്ങനെ വളരെ നാച്ചുറലായിട്ട് ഇവിടെ പല സ്ഥലങ്ങളിലും നടക്കുന്ന സംഭവങ്ങൾ വളരെ നാച്ചുറലായിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തുള്ള ഒരു പടമാണ് ബിരിയാണി. അതിലാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിലങ്ങനെ കാണിച്ചത്. അതുപോലെ അമലാപ്പോള് ഈ ആടാന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ നൈക്കഡല്ല. അതിലെന്തൊക്കെയോ ചെറിയ ഭാഗങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അതങ്ങനെ ചെയ്തിട്ടുണ്ട്. അതും അമലാപ്പോളിന് ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാണ്ട് ആ പടം മുന്നോട്ട് പോയില്ല. അങ്ങനെയുള്ള സമയത്താണ് അത് ഇത്രയും വലിയ നടികളൊക്കെ അതൊക്കെ ചെയ്യുന്നത്. അതൊന്നും തെറ്റായി നമ്മൾ കാണുന്നില്ല. ജയഭാരതി കത്തി നിൽക്കുന്ന സമയത്തല്ലേ ജയനും സോമനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഇവിടമലയിൽ കംപ്ലീറ്റ് ബ്രസ്റ്റ് കാണിച്ചു കൊടുത്ത് സോമൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അത് നമുക്ക് വൾഗറായിട്ട് തോന്നണ്ട, ഒന്നുമില്ല. അതുപോലെ തന്നെ അതിലൊരു സീൻ, 2 പേരും കൂടി ഒരു ബെഡ് സീൻ പോലൊരു സീനുണ്ട്. ഈ നമ്മുടെ താറാവും കൂട്ടത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് 2 പേരും പരിപാടി ചെയ്യുന്നത് എത്ര മനോഹരമായിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് നമുക്കതൊരു സെക്സായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പൊന്നാപുരം കോട്ടയിൽ വിജയശ്രീ കുളിക്കുന്ന നേരത്തും കംപ്ലീറ്റ് നേക്കഡായിട്ട് പോയില്ലേ. അത് വിജയശ്രീ പോലും അറിയാണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. അതൊക്കെ നമുക്കറിയാലോ. അതുപോലെ തന്നെ സീമ ബിശ്വാസ് എന്ന് പറഞ്ഞിട്ടൊരു നടിയുണ്ട്. നിങ്ങൾ പൂലാൻദേവി എന്ന് പറഞ്ഞൊരു പടം ഉണ്ടാവും. ആ പടത്തിൽ അന്നത്തെ കാലത്ത് ആ പടം ഭയങ്കര ഹിറ്റാണ്. ആ പടത്തിൽ കംപ്ലീറ്റ് ശരിക്കും ഇൻ്റർകോഴ്സ് ചെയ്യുന്ന പോലെയാണ് അതിൽ പടത്തിൽ അവർ ചിത്രീകരിച്ചു പോകുന്നത്. അതാ പൂലാൻദേവിയുടെ കഥയാണ്. അത് അങ്ങനെയാണ് ആ കഥ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആ കഥയ്ക്ക് വേറൊരു സംഭവം ഇല്ല. ഇതൊന്നും ഇല്ലാണ്ട് ആ സിനിമ ഉണ്ടാവില്ല. സെൻസർ കട്ട് ചെയ്യാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ അത്രയും നാച്ചുറാലിറ്റിയാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യം കാണിച്ചില്ലെങ്കിൽ. അത് അത്രയും ഭംഗിയായിട്ട് ആ ഒരു അവാർഡും ഇതൊക്കെ കിട്ടിയുള്ള ഒരു നടീനത്. അതുപോലെ അഭിലാഷ ആദം ഹവ എന്ന് പറഞ്ഞൊരു പടത്തിൽ നേക്കഡായിട്ട് എത്ര സീനിൽ വരുന്നത്, ഒരു നൂല് വസ്ത്രമില്ലാണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് ഫ്രണ്ടൊക്കെ മറിച്ച് ചെറിയ മറകളെ വെച്ച് വന്നു തുടങ്ങിയത്. അത് ആ കഥാപാത്രത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആ കഥാപാത്രം നന്നാവാൻ വേണ്ടി എത്ര കളക്ഷൻ കിട്ടിയ പടം എന്നറിയാമോ. അതിൽ 2 പേരും നേക്കഡായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പുരുഷനും നേക്കഡ്, അഭിലാഷും നേക്കഡ്. അപ്പോൾ അത്രയും അതിന് ഒരു ഡെപ്ത് കിട്ടിയ പടത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടികൾ
ഒരിക്കലും സെക്സിന് വേണ്ടിയിട്ടല്ല ഈ നടി ഞാൻ ഈ പറഞ്ഞ ആൾക്കാരൊന്നും സെക്സ് കാണിച്ചത്. ഇത് കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന അതേപോലെ അവർ ചെയ്യണം. അത് അവരെ നമ്മൾ അഭിനന്ദിക്കേ പറ്റുള്ളൂ. പലരും വേണ്ടാന്ന് പറഞ്ഞ റോള് ഇവർ ഭംഗിയായിട്ട് അഭിനയിക്കുന്നു. അതൊരിക്കലും ഒരു വൃത്തികേടല്ല, നമുക്കൊരു ഇതായിട്ട് തോന്നില്ല. ആ സിനിമ കണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ യാതൊരു വൃത്തികേടായിട്ടോ സെക്സായിട്ടോ മറ്റുള്ള കാര്യങ്ങളായിട്ട് തോന്നില്ല. ആ കഥയിൽ നമ്മളങ്ങോട്ട് ഒഴുകി പോകും. അപ്പോൾ ഈ നടികൾക്കൊക്കെ നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും